ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ടേക്ക് ഓവർ ചെയ്യുന്നു. അതിനെപ്പറ്റി ഗ്ലോബൽ ഡിബേറ്റും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ശത്രു രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ പ്രതിഷേധിക്കുന്നു. മറ്റുള്ള ചില മീഡിയ പറഞ്ഞ് അമേരിക്ക ബാക്ക് ട്രാക്ക് ചെയ്തു, കാരണം അതിൽ നിന്നും പിന്മാറി. ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായിട്ട് വീണ്ടും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയാണ്, ഗസ വീണ്ടും ഏറ്റെടുക്കും, ഗസയെ ഞങ്ങൾ മാറ്റും. ഇതിനകത്ത് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഗസയെ തിരിച്ചെടുത്ത് പഴയ രീതിയിൽ ലെബനനാണെങ്കിലും സിറിയ ആണെങ്കിലും അവിടെ മാറ്റിയെടുത്ത് ഇസ്രായേലിനെ വലുതാക്കുക എന്നുള്ളത് ഒരു ബിബ്ലിക്കൽ പ്രൊഫസിയാണ്. ഞാൻ അമേരിക്കൻ മീഡിയയിൽ വായിച്ചത്. അത് ട്രംപ് ചെയ്തില്ല എങ്കിൽ ട്രംപിൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് റിപ്പബ്ലിക്കൻ ലൈഫിൻ്റെ ലൈഫ് ഇല്ലാതായി പോവും. ഇതാണ് എൻ്റെ റിയാലിറ്റി. ഇപ്പോൾ കേരളത്തിലെ ഒരു മീഡിയ, പേര് ഞാൻ പറയുന്നില്ല, ഗസയെ തൊടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഗസയെ തൊടാൻ പറ്റത്തില്ല? മനസ്സിലാക്കുക, ഗസ എന്ന് പറയുന്ന സാധനം, ഞാൻ തീർച്ചയായിട്ടും ആ സ്ഥലത്തിൻ്റെ കാര്യം പറയാം. കാരണം പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ മനസ്സിലായത്, അവിടെ ഈ കിങ് അബ്ദുള്ള ജോർദാനുമായിട്ടും ഈ ഈജിപ്ഷുമായിട്ട് പറഞ്ഞ് കരാറ് റെഡിയായി ഇത് തയ്യാറായി. ഈ സംഭവം സൈൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നത് എന്തുവാ? ഇവർ രണ്ടുപേരും തീർച്ചയായും പറ്റില്ല. ഈ രണ്ട് രാജ്യങ്ങളോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്തേ മതിയാകൂ, എന്നാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. കൃത്യമായത്. ഈ രണ്ട് രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾക്കും IMFൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ലോൺ വേണം. ഇതൊക്കെ അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് റിയാലിറ്റി. അതിനകത്ത് ഇപ്പോൾ ഫ്രാൻസും ജർമ്മനി ആണെങ്കിൽ ഇവരൊക്കെ നാറ്റോയിൽപ്പെട്ട, പിന്നെ ചില അയർലൻഡ്, ചില രാജ്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ ഇത് അമേരിക്ക മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇവരൊക്കെ പലതും പറഞ്ഞിട്ട് അമേരിക്ക മൈൻഡ് ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഒരു തീരുമാനം അതിൻ്റെ അകത്ത് എടുത്തു. അതവരുടെ പോളിസിയുടെ ഭാഗമാണ്. പല ആവർത്തി ട്രംപ് പലയിടത്തും വെച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇസ്രായേൽ ചെറിയ രാജ്യമാണ്, വലുതായേ മതിയാകൂ. അതിനകത്ത് നിങ്ങൾ നോക്കിക്കണം, ഇത് ഒരു ബിബ്ലിക്കൽ സാധനമായിട്ടാണ് അവരിതിനെ കാണുന്നത്. അതിൻ്റെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ച പുള്ളി പറഞ്ഞത്, അവിടുത്തെ പുള്ളി ഒരു പാസ്റ്ററാണ് അമേരിക്കയിൽ, ട്രംപുമായിട്ട് നല്ല ബന്ധമാണ്. പുള്ളി പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഒറ്റ കാര്യം പുള്ളിയോട് പറഞ്ഞത്, ഇത് ട്രംപ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? ഇത് ട്രംപ് ചെയ്തേ മതിയാവത്തുള്ളൂ. ഇയാൾ ബേസിക്കലി ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ്, ഈ പറഞ്ഞ പാസ്റ്റർ. ഇത് ബിബ്ലിക്കൽ പ്രൊഫസിയാണ്. അതുകൊണ്ട് ട്രംപ് ഇത് ചെയ്യും. ചെയ്തില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതാണ് എൻ്റെ റിയാലിറ്റി. അതായത് ഗസ ഏറ്റെടുക്കുക മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലെബനനിൽ കയറിയിട്ട് ലെബനൻ ഗവൺമെൻറ്റാണ്, മറ്റ് പലരും ഫ്രാൻസ് പോലും പറഞ്ഞിട്ട് അവിടുന്ന് ഇസ്രായേൽ സൈന്യം തിരിച്ചു വന്നിട്ടില്ല. തെക്കൻ ലെബനൻ ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. എന്താണ് അമേരിക്ക പറയുന്നത്? ഫോർ എ ടൈം ബീങ് ഇസ്രായേൽ അവിടെ സ്റ്റേ ചെയ്യും. ഡമാസ്കസിൻ്റെ അടുത്ത് വരെ കയറിയേക്കോന്നല്ലോ, ഗൊലാൻ ഹൈറ്റ്സ് എല്ലാം. എന്താണ് അമേരിക്ക പറയുക? എന്താണ് ഇപ്പം സിറിയ ഒന്നും വിടുന്നില്ല. തുർക്കി ഏതോടൊക്കെ പറയുന്നു. കൃത്യമായിട്ട് പറഞ്ഞു, അവരവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. അവിടെ ബേസ് പണിയും രണ്ടിടത്തും. അതോട് സംഭവം വളരെ ക്ലിയറാണ്. ഈ സംഭവം വിട്ടുകൊടുക്കത്തില്ല. ഇതാണ് എൻ്റെ റിയാലിറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഗസ എന്ന് പറഞ്ഞ സാധനം അവിടെ ഒരു റീബിൽഡ് ചെയ്യാൻ സമയമെടുക്കും. കാരണം നോക്കുമോ, നിങ്ങളെ ഗസയായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു നോക്കിയാൽ മതിയാണ്. അതെ, 10 ബിൽഡിംഗ് ഉണ്ട്, 8 ബിൽഡിങ്ങും തകർന്നു പോയി. പിന്നെ എങ്ങനെ ആൾക്കാർ താമസിക്കും? ഇവർ താമസിക്കാൻ ഷെഡൊക്കെ കെട്ടിയായിരിക്കും. ആരായിട്ട് ഭക്ഷണം കൊടുക്കുന്ന മറ്റുള്ളവരാകും. മേജറായിട്ട് ഇതിനെ ഫണ്ട് ചെയ്യുന്ന ആരാ? US. അതായത് US-ൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ഉള്ളവർക്ക് ആഹാരം പോലും കൊടുക്കുന്നത്. ഇത് നാളെ അമേരിക്ക തന്നെ പറയും, കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് മാറാൻ പറയും. അതായത് ഗസ എന്ന് പറഞ്ഞ സാധനം അത് റീബിൽഡ് ചെയ്യാൻ അവിടെ ഉള്ളവർ മാറി നിൽക്കാൻ പറയും. മാറി നിൽക്കുന്ന എവിടെ? ഒന്നില്ല ഈജിപ്തും കുറച്ച് പേരെ ജോർദാനിലും ഉണ്ടാക്കും. അതാണ് സെറ്റിൽ. പിന്നീട് അത് അമേരിക്കയും ഇസ്രായേലും അത് റീബിൽഡ് ചെയ്യും മുഴുവനും. എന്നിട്ട് അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ മാത്രമേ കയറ്റത്തുള്ളൂ.
തീർത്തും അങ്ങ് പറയും ഇതാണ് അവരുടെ പ്ലാൻ. ഇത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞതാണ്. കാരണം അത് കഴിഞ്ഞ് ട്രംപിൻ്റെ ട്വീറ്റും കണ്ടു. അവരാ പ്രോഗ്രാമിൽ നിന്ന് മാറുന്നേയില്ല. ലോകത്ത് ആര് പറഞ്ഞാലും ഇനി ഇവർ കേൾക്കത്തുമില്ല. ബേസിക്കലി ഇറ്റ്സ് എ ബിബിളിക്കൽ പ്രൊഫസി. അങ്ങനെയാണ് ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ട്രംപ് അത് ചെയ്തേ മതിയാവത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ട്രംപിന് ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ട്രംപിന് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും? ഇതാണ് റിയാലിറ്റി. അതായത് വീണ്ടും ആവർത്തിക്കുന്നു. അതായത് നിങ്ങളെ പല ആൾക്കാരും മണ്ടന്മാരും ഇതൊക്കെ ആക്കാൻ വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കരുത്, യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഗസ ഒരു കാരണവശാലും ഇനി ഹമാസിൻ്റെ കയ്യിലോ പാലസ്തീൻകാരുടെ പോവുകയില്ല. ഇത് അമേരിക്കയും ഇസ്രായേലും ടേക്ക് ഓവർ ചെയ്ത് ലോങ് ഇതായിട്ട് അവർ തന്നെയാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റുന്നത്. ഇതിന് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് സൗദി അറേബ്യയും UAEയും കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി ഈ സംഭവം നടക്കും. ലോകത്ത് ഏത് രാജ്യം വിചാരിച്ചാലും അതിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ആ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകും. കാരണം ഒന്നാമത് മിലിറ്ററി പവറുണ്ട് രണ്ട് രാജ്യത്തിൻ്റെയും കയ്യിൽ, പിന്നെ പണവുമുണ്ട്. അതായത് മിലിറ്ററി പവറുണ്ട്, പണവുമുണ്ട്. അവരാണ് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ള ഒരൊറ്റ രാജ്യങ്ങൾ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗസയിൽ ഇത്രയും ബോംബ് ചെയ്തു. ആൾക്കാർ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ രാജ്യങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ. ഒരു രാജ്യത്തിന് പോലും അവിടെ കയറി ഇടപെട്ട് ഇസ്രായേലിനെ തടയാൻ കഴിഞ്ഞോ? ടർക്കി എന്തൊക്കെയാണ് പറഞ്ഞ് ഞങ്ങൾ ഇടപെടും. ജോർദാൻ എന്ത് പറഞ്ഞു ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇവർക്കൊന്നും ഇടപെടാനുള്ള ധൈര്യമില്ല. അതിൻ്റെ കാര്യം അതാ. കാരണം ചുറ്റും അമേരിക്കൻ ബേസാണ്. ഇടപെട്ട് കഴിഞ്ഞാൽ തീർത്ത് കളയുക അതിനെ. ഇതാണ് എൻ്റെ കാര്യം. അതായത് വെറുതെ ഒരു വാചകം അടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ അല്ല ഈ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെ കളിക്കുന്നത്. അതാണ് ഗെയിം. പവറുണ്ട്, പണമുണ്ട്, അവരെന്തും ചെയ്യും. ആ രീതിയിലായിരിക്കും ഗസയാണെങ്കിൽ ഈ സംഭവം മാറുന്നത്. അതുമല്ല, അവരുടെ റിലീജിയസിൻ്റെ സംഭവം കൂടായി മാറി. കാരണം എന്താ, ബിബിളിക്കൽ പ്രൊഫസി ഇതുണ്ടായേ മതിയാവും. അതുകൊണ്ട് ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് ഈ പാലസ്തീൻകാരെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ മാറ്റും. അത് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളത് നടപ്പിലാക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ഞങ്ങൾ പിന്മാറില്ല. അത് കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞു. ആ ട്വീറ്റ് നിങ്ങളെടുത്ത് നോക്ക്. ഇതാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ആ സംഭവം ഉണ്ടാകുന്നു. അതായത് നിങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടരുത്. അത് അവരുടെ ആ കൺസ്ട്രക്ഷൻ്റെ സൈറ്റ് ആ സംഭവങ്ങൾ വരെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം പാലസ്തീൻകാരെ അങ്ങോട്ട് മാറ്റാൻ. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.